ഹിമാലയം, ഇന്ത്യയുടെ കാവൽക്കാരൻ. സമാധാനത്തിന്റെ വെള്ള പൊതിച്ച ഈ കൊടുമുടികൾ നൂറ്റാണ്ടുകളായി തെക്കൻ ഏഷ്യയിലെ നിശബ്ദ സാക്ഷികളാണ്. എന്നാൽ 2017 ജൂൺ മാസത്തിൽ ആ ദീർഘനിശബ്ദത വലിയൊരു ഭയത്തിന് വഴിമാറി. ലോകത്തിലെ ഏറ്റവും വലിയ 2 മഹാസൈന്യങ്ങൾ, ആണവായുധ ശേഷിയുള്ള 2 അയൽക്കാർ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തി. വെടിയുണ്ടകൾ ഉതിർക്കപ്പെട്ടില്ല, രക്തം ചിന്തിയില്ല. പക്ഷേ 73 ദിവസങ്ങൾ, ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന 73 ദിവസങ്ങൾ. ഇത് ഡോക്ലാമിന്റെ കഥയാണ്. ഇത് ഓപ്പറേഷൻ ജൂനിപ്പർ എന്ന രഹസ്യ ദൗത്യത്തിന്റെ കഥയാണ്. ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തീർത്ത മനുഷ്യ മതിലിന്റെ ഉള്ളുകളികളുടെ കഥയാണ്. ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ ഭൂപടത്തിലേക്കൊന്ന് നോക്കണം. സിലിഗുരി ഇടനാഴി, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വിശാലമായ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂപ്രദേശം. ഇതിനെ സൈനിക ഭാഷയിൽ ചിക്കൻ സ്നെക്ക് എന്ന് വിളിക്കുന്നു. ചിക്കൻ സ്നെക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ദൗർബല്യമാണ്. ശത്രു ഈ കഴുത്തിൽ ഒന്ന് അമർത്തിയാൽ മാത്രം മതി വിശാലമായ ഇന്ത്യയിൽ നിന്നും വടക്കു കിഴക്കൻ ഇന്ത്യ ഒറ്റപ്പെടാൻ. 1962 യുദ്ധം മുതൽക്കേ തന്നെ ചൈനയുടെ കണ്ണ് എപ്പോഴും ഇന്ത്യയുടെ ഈ ഇടനാഴിയിലായിരുന്നു. ഡോക്ലാം പീഠഭൂമി ഭൂട്ടാന്റെ ഭാഗമാണ്. എന്നാൽ ചൈന ഇത് അവരുടേതാണെന്ന് അവകാശപ്പെടുന്നു. എന്തിനാണ് അവർ ഇത് നോട്ടമിടുന്നത്? കാരണം ഡോക്ലാമിനിരക്കുള്ള ജാംഭേരി റിഡ്ജ്. ഈ റിഡ്ജ് ചൈന പിടിച്ചെടുത്താൽ അവരുടെ പീരങ്കികൾക്ക് സിലിഗുരി ഇടനാഴിയെ നേരിട്ട് ഉന്നമിടാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു റെഡ് ലൈൻ ആയിരുന്നു. 2017 ജൂൺ 16 ഭൂട്ടാൻ റോയൽ ആർമിയുടെ പെട്രോളിംഗ് സംഘം അന്നൊരു അസാധാരണ കാഴ്ച കണ്ടു. ഡോക്ലാമിലെ തർക്കഭൂമിയിലേക്ക് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി കുറേയധികം ബുൾഡോസറുകളുമായി കടന്നു വരുന്നു. അവരുടെ ലക്ഷ്യമോ ജാംഭേരി റിഡ്ജിലേക്ക് ഒരു മോട്ടോറബിൾ റോഡ് നിർമ്മിക്കുക. ഭൂട്ടാന്റെ ചെറിയ സൈന്യം ചൈനീസ് സൈന്യത്തോട് പ്രതിഷേധിച്ചു. എന്നാൽ PLAയുടെ കൂറ്റൻ നിർമ്മാണ സന്നാഹങ്ങൾക്ക് മുന്നിൽ അവർ നിസ്സഹായരായിരുന്നു. ഭൂട്ടാൻ ഉടൻ തന്നെ ന്യൂഡൽഹിയിലേക്ക് ഒരു അപായ സന്ദേശം അയച്ചു. ചൈനീസ് സൈന്യം ഡോക്ലാമിലേക്ക് വരുന്നു, ഞങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം വേണം. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ ഉടൻ തന്നെ അടിയന്തര യോഗങ്ങൾ ചേർന്നു. അനുബന്ധമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയും ഈ വിഷയത്തിൽ ചർച്ച നടത്തി. ഇന്ത്യക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഈ ഭീഷണിയെ കണ്ടില്ലെന്നടിക്കുക. അത് ഭൂട്ടാനെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാകും, ഒപ്പം ഇന്ത്യയുടെ സുരക്ഷയെ ബലിയൊഴിക്കുന്നതിനും. 2, ഈ ഭീഷണിയെ സൈനികമായി നേരിടുക. അത് ചൈനയുമായി നേരിട്ടുള്ള യുദ്ധത്തിന് കാരണമായേക്കാം, കൂടാതെ പരിണിത ഫലങ്ങൾ കടുത്തതും. എന്നാൽ നാം ചൈനയെ ഭയക്കേണ്ടതില്ല എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. അതോടെ ഇന്ത്യ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. സിക്കിം അതിർത്തിയിലുള്ള ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് അടിയന്തര ഉത്തരവ് ലഭിച്ചു. കോഡ് നാമം ഓപ്പറേഷൻ ജൂനിപ്പർ. ജൂൺ 18 പുലർച്ചെ സിക്കിമിലെ ദോക്ല പോസ്റ്റിൽ നിന്നും മേജർമാരും കേണൽമാരും നയിച്ച ഒരു ഇന്ത്യൻ സൈനിക സംഘം ചുംബി താഴ്വരയിലേക്കുള്ള അതിർത്തി കടന്നു. അവരുടെ ദൗത്യം ലളിതമായിരുന്നു, എന്നാൽ അപകടകരവും. ചൈനീസ് ബുൾഡോസറുകളെ തടയുക, വെടിവെക്കരുത്, പക്ഷേ ഒരടി പിന്നോട്ട് പോവുകയും അരുത്. ചൈനീസ് സൈന്യം ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യൻ സൈന്യം ഭൂട്ടാന് വേണ്ടി ഇത്ര പെട്ടെന്ന്, അതിനുമപ്പുറം ഇത്ര ശക്തമായി പ്രതികരിക്കുമെന്ന് അവർ കരുതിയില്ല. ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരുടെ വാഹനങ്ങൾക്ക് മുന്നിൽ ഒരു വൻമതിൽ പോലെ നിരന്നു. പിന്നെ കണ്ടത് ആധുനിക യുദ്ധചരിത്രത്തിലെ അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു. തോക്കുകൾക്ക് പകരം ശരീരങ്ങൾ കൊണ്ടുള്ള യുദ്ധം. അതൊരു ഹ്യൂമൻ ചെയിൻ ആയിരുന്നു. ചൈനീസ് ബുൾഡോസറുകൾക്ക് മുന്നിൽ ഇന്ത്യൻ ജവാന്മാർ നെഞ്ചുവിരിച്ചു നിന്നു. PLA ഡ്രൈവർമാർക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലായിരുന്നു. അവർക്ക് ഈ സൈനികരുടെ ദേഹത്തുകൂടി മാത്രമേ വണ്ടി ഓടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതോടെ ചൈന മനസ്സിലാക്കി, ഇന്ത്യക്കാരിൽ ഒരാളെ തൊട്ടാൽ അതൊരു വൻ യുദ്ധത്തിന് തിരികൊടുത്തുമെന്ന്. ബുൾഡോസറുകൾ നിന്നു, നിർമ്മാണം നിലച്ചു. പക്ഷേ കഥ തുടരുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉദ്ദേശം 14,000 അടി ഉയരത്തിൽ ഓക്സിജൻ കുറഞ്ഞ ആ കൊടുമുടികളിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ 73 ദിവസം നീണ്ടുനിന്ന ഒരു മുഖാമുഖം അഥവാ സ്റ്റാൻഡ് ഓഫ് ആരംഭിക്കുകയായിരുന്നു. സിക്കിമിലെ തണുത്തുറഞ്ഞ മലനിരകളിൽ സൈനികർ മുഖാമുഖം നിൽക്കുമ്പോൾ ബീജിംഗിൽ മറ്റൊരു യുദ്ധം നടക്കുകയായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഒരു മനഃശാസ്ത്ര യുദ്ധം. ചൈനീസ് മാധ്യമങ്ങൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി.
1962 ഓർമ്മയുണ്ടല്ലോ എന്നവർ ആവർത്തിച്ചു. ഇന്ത്യ പിന്മാറിയില്ലെങ്കിൽ എണ്ണമറ്റ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ന്യൂഡൽഹി കുലുങ്ങിയില്ല. അന്നത്തെ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ബിപിൻ റാവത്ത് സിക്കിം സന്ദർശിച്ചു. ചൈനയോടുള്ള ഇന്ത്യയുടെ സന്ദേശം വ്യക്തമായിരുന്നു. 1962 ഇന്ത്യയല്ല 2017 ഇന്ത്യ. അതിർത്തിയിൽ ചൈനീസ് സൈനികരുടെ ലൗഡ് സ്പീക്കറുകൾ നിരന്തരം പ്രൊപ്പഗണ്ട ഗാനങ്ങൾ മുഴക്കി. ഇന്ത്യൻ സൈനികർ അതിനെ അവഗണിച്ചു. ടെന്റുകൾ കെട്ടിയും തങ്ങൾക്ക് ആവശ്യമായ റേഷൻ എത്തിച്ചു മാസങ്ങൾ നീളുന്ന ഒരു കാത്തിരിപ്പിനായി അവർ ആ സംഘർഷഭൂമിയിൽ തയ്യാറെടുത്തു. ചൈനീസ് സൈനികരുടെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണിമ വെട്ടാതെ ഇന്ത്യൻ സൈനികർ നിന്നു. യുദ്ധം ഒഴിവാക്കാൻ ഇരുഭാഗത്തെയും നയതന്ത്രജ്ഞർ അശ്രാന്തമായി പരിശ്രമിക്കുകയായിരുന്നു. അതിർത്തിയിൽ സ്റ്റാറ്റസ് കോ പുനഃസ്ഥാപിക്കണം എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ചൈനീസ് ബുൾഡോസറുകൾ മടങ്ങണം, എങ്കിൽ മാത്രമേ ഇന്ത്യൻ സൈനികരും പിന്മാറുകയുള്ളൂ. ഓരോ ദിവസവും യുദ്ധഭീതി കൂടി വന്നു. ഓഗസ്റ്റ് മാസത്തിൽ ചൈന ടിബറ്റിൽ ലൈവ് ഫയർ ഡ്രിൽ നടത്തി. ഇതിന് മറുപടിയായി അസം സമതലങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികൾ എത്തിച്ചു. സിക്കിം നാദുലായിലേക്ക് T-90 ടാങ്കുകൾ വിന്യസിച്ചു. ഇന്ത്യ തിരിച്ചടി നൽകി. അതോടെ ലോകം മുഴുവനും ഇരു രാജ്യങ്ങളിലേക്ക് മുറ്റുനോക്കി. യുദ്ധം ആസന്നമെന്ന് എല്ലാവരും കരുതി. 2017 ഓഗസ്റ്റ് 28 73 ദിവസത്തെ ഇന്ത്യ ചൈന സംഘർഷത്തിന് വിരാമമായി. നയതന്ത്രം വിജയിച്ചു. പക്ഷേ അതിലുമുപരി ഇന്ത്യൻ സൈന്യത്തിന്റെ മനക്കരുത്ത് വാനോളം ഉയർന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെ രണ്ട് രാഷ്ട്രങ്ങളുടെയും സേനകൾ തമ്മിൽ വേഗത്തിലുള്ള ഒരു പിന്മാറ്റം പ്രഖ്യാപിക്കപ്പെട്ടു. ചൈനീസ് ബുൾഡോസറുകൾ മടങ്ങി. റോഡ് നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടു. ജംഭേരി റിഡ്ജ് സുരക്ഷിതമായി. അതോടെ ഇന്ത്യൻ സൈന്യവും പിന്തിരിഞ്ഞു. സിലിഗുരി ഇടനാഴിയിലേക്കുള്ള ചൈനയുടെ വഴി അടഞ്ഞു. ലോകത്തിലെ വമ്പന്മാരിൽ രണ്ടാമനെന്ന് സ്വയം വിശേഷിപ്പിച്ച അവർക്ക് ഇന്ത്യയുടെ ഉറച്ച നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പിന്മാറേണ്ടി വന്നു. ഓപ്പറേഷൻ ജൂണിപ്പർ ഇന്ത്യ, ചൈന, ഭൂട്ടാൻ എന്നീ ത്രികക്ഷികളുടെ ഇടയിലുള്ള വെറുമൊരു അതിർത്തി തർക്കമായിരുന്നില്ല. അത് ലോകത്തിന് ന്യൂഡൽഹി നൽകിയ കൃത്യമായ ഒരു സന്ദേശമായിരുന്നു. നിലവിലെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, മറിച്ച് സ്വന്തം മണ്ണും സൗഹൃദ രാജ്യങ്ങളുടെ വിശ്വാസവും കാത്തുസൂക്ഷിക്കാൻ കേൾപ്പുള്ളതുമായ പുതിയ ഒരു ഇന്ത്യയാണ് എന്ന് ഈ സംഭവം ശത്രുക്കളെ ബോധ്യപ്പെടുത്തി. അതിനുമപ്പുറമായിരുന്നു തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിശ്വശാക്തിക ചേരിയിലെ ഏതു വമ്പനോടും സൈനികമായി ഏറ്റുമുട്ടാൻ പോലും മടിയില്ലാത്ത ഇന്ത്യയാണ് ഇന്നുള്ളതെന്ന വ്യക്തമായ ഒരു യാഥാർത്ഥ്യവും. ജയ് ഹിന്ദ്.